ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെക്കാൻ മറക്കല്ലേ. ഇന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളൊരു മൂന്നാർ ട്രിപ്പ് വന്നിരിക്കുകയാണ്. മൂന്നാർ ട്രിപ്പ് എന്ന് വെച്ച് കഴിയുമ്പോൾ 2 ദിവസത്തെ ഒരു ട്രിപ്പാണ് നമ്മൾ വന്നത്. വലിയ പ്ലാനിങ് ഒന്നുമില്ല, നമ്മൾ നേരെ ഗൂഗിൾ മാപ്പ് സെറ്റ് ചെയ്തു നേരെ ഇങ്ങ് പോയിരുന്നു. ഞങ്ങൾ കൊല്ലം ജില്ലയിലെ ആയൂരിൽ നിന്നാണ് യാത്ര തിരിച്ചത്. അവിടെ നിന്ന് ഏതാണ്ട് 235 കിലോമീറ്ററോളം ദൂരം ഉണ്ടായിരുന്നു. ആയൂരിൽ നിന്ന് നേരെ കൊട്ടാരക്കര, അടൂർ, പന്തളം, ചെങ്ങന്നൂർ, തിരുവല്ല, കോട്ടയം, പാല ഈ റൂട്ട് പിടിച്ചാണ് വന്നത്. അപ്പോൾ ഇതൊക്കെയാണ് മൂന്നാറിൽ നമ്മൾ കണ്ട കാഴ്ചകളും പോയ സ്ഥലങ്ങളും വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെ ചീയപ്പാറ വാട്ടർഫാൾസും കണ്ട് പോകാമെന്ന് കരുതിയപ്പോൾ പാറ മാത്രമേ അവിടെയുള്ളൂ, വാട്ടർഫാൾസ് ഇല്ല, ഒട്ടും വെള്ളമില്ലായിരുന്നു. അതുകൊണ്ട് വീഡിയോ എടുക്കാൻ നിന്നില്ല. ഞങ്ങൾ നേരെ മൂന്നാർ ടൗൺ വെച്ച് പിടിച്ചു. ഇതൊക്കെയാണ് യാത്ര. പുള്ളിക്കാരൻ ഇതെല്ലാം പോലെ നമ്മുടെ കൂടെ ഉള്ളത്. സോളോ ഡ്രൈവറാണ്. മൂന്നാർ ടൗണിൽ തൊട്ട് മുമ്പായിട്ടുള്ള സുജാത SN ഈ ഒരു റെസ്റ്റോറൻറ്റ്, ഇവിടെ വന്നിട്ട് നമ്മൾ റൂം നോക്കിയപ്പോഴത്തേന് റൂംസിന് ഒരു 2 പേർക്കായിട്ടുള്ള റൂമിന് 799 രൂപയാണ് ആ ഒരു റൂമിന് വരുന്നത്. നമ്മൾ 5 പേരായിട്ടാണ് വന്നത്. അപ്പം ഞങ്ങൾക്ക് 3 ബെഡുള്ള ഒരു റൂം, 2 പേർക്കായിട്ടുള്ള ഒരു റൂം, അങ്ങനെ ഏകദേശം 2000 രൂപയോളം നമുക്ക് 2000 രൂപയാണ് നമ്മുടെ റൂമിനായിട്ട് ആയത്. അപ്പം ഞങ്ങളിവിടെ ആദ്യം റൂം എടുത്ത് ഒന്ന് ഫ്രഷൊക്കെ ആയ ശേഷം ബാക്കിയുള്ള സ്ഥലങ്ങളിലോട്ടൊക്കെ കാണാൻ യാത്ര ചെയ്യാൻ വേണ്ടി ഉള്ള തയ്യാറെടുപ്പുകളൊക്കെ തുടങ്ങി. റൂമൊക്കെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഒരു റൂം കാര്യങ്ങളൊക്കെ തന്നെ ആയിരുന്നു. TV ഒക്കെ ഉണ്ട്, ഹീറ്ററും കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആയിരുന്നു. അത്യാവശ്യം നല്ലൊരു റൂം തന്നെ ആയിരുന്നു. മൂന്നാറിൻ്റെ നഗരവീതിയിലൂടെ ഞങ്ങൾ നടന്നു നീങ്ങി. ഞങ്ങളുടെ ലക്ഷ്യം രാവിലത്തെ കാപ്പി കുടിക്കാൻ നല്ലൊരു ഹോട്ടൽ കണ്ടെത്തുക എന്നതായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരു ഹോട്ടൽ കണ്ടെത്തി. നല്ല സ്പെഷ്യൽ ചായ ആണ് ഗൈസ്. എന്ത് കിട്ടുന്നത് ഇതാണല്ലേ. നമ്മൾ തിരിച്ച് നമ്മളെ റൂമിലോട്ടൊക്കെ പോവാണ്. ഫുഡെല്ലാം കഴിച്ച് അങ്ങനെ പോകുന്ന വഴി ഡബിൾ ബാരൽ ഗണ്ണുമായി എയർ ഗണ്ണുമായി നിൽക്കുന്ന അപ്പൂപ്പനെ കണ്ടു. ചോദിച്ചപ്പോൾ 10 ഷോട്ടിന് 50 രൂപയാണ് എൻ്റെ റേറ്റ് വരുന്നത്. കൂട്ടത്തിലെ മികച്ച വെടിക്കാരൻ പ്രിൻസാണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങൾ ഈ ടാസ്ക് നോക്കിയപ്പോൾ മിന്നാരം സിനിമയിലെ ജഗതി ചേട്ടൻ്റെ ഡയലോഗാണ് ഓർമ്മ വന്നത്. എൻ്റെ വായി കയറിയിരുന്ന് വെടി വെച്ചാലേ കൊള്ളത്തോളം. ഒന്നുകൂടെ അടിച്ചോ അഖില, നിനക്കും കൂടെ അടിക്കുക.
എടാ അങ്ങനെ അവിടെ നിന്ന് നേരെ പാർക്കിലേക്കാണ് പോയത്. ഇവിടെ 400 രൂപയ്ക്ക് ഒരുപാട് ആക്ടിവിറ്റീസ് ഉള്ളൊരു പാക്കേജ് ഉണ്ട്. പിന്നെ സ്പീഡ് ബോട്ടൊക്കെ ആണെങ്കിൽ 950-ന് 4 പേർക്കായിട്ട് ഉണ്ട്. അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉള്ളൊരു പാർക്കാണ്. ഗെയ്സ്, നമ്മൾ ടോപ്പ് സ്റ്റേഷനിലോട്ട് പോകുന്ന വഴിയാണ്. അങ്ങനെ ഇനിയും ഒരു 5-6 കിലോമീറ്ററും കൂടെ ഉണ്ട് അവിടെ എത്താൻ വേണ്ടിയിട്ട്. പോകുന്ന വഴിക്ക് നമ്മൾ നല്ല മനോഹരമായിട്ടുള്ള അടിപൊളി ഒരു സ്ഥലം കണ്ട് അങ്ങനെ അവിടെ ഇറങ്ങി കുറച്ച് ഫോട്ടോയും സെൽഫിയൊക്കെ എടുക്കുകയാണ്. എല്ലാവരും ഉണ്ട് കൂടെ, ഫ്രണ്ട്സൊക്കെ ഉണ്ട്. ലിവിനെ ഹായ് പറഞ്ഞാ അഖിലേ ഇന്ത്യ ഇവിടെ മച്ചാ എല്ലാവരും ഉണ്ട്. ബാക്കി 2 പേരുണ്ട്. മൊത്തം നമ്മൾ 5 പേരായിട്ടാണ് ഇറങ്ങിയത്. എടുത്ത് എത്രയായിരുന്നു ഇതിൻ്റെ റേറ്റ്? ഇതിൻ്റെ വില എത്രയായിരുന്നു? ക്യാരറ്റ് ഒരു പിടിക്ക് 20 രൂപയാണ് കേസ്. നല്ല സൂപ്പർ സാധനം. ക്യാരറ്റ് മൊത്തം ആടി ഒന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ, നല്ല സൂപ്പർ സാധനം. ഇത് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ചോക്ലേറ്റ് ആണ് കേട്ടോ. മൂന്നാറിൽ മാത്രം കിട്ടുന്നൊരു സാധനമാണ്. അടിപൊളിയാണ്. ഡയറി മിൽക്കും കൂടി ചേർന്നൊരു സംഭവമാണ്. ഇതൊരു ബോട്ടിലിന് എത്രയാണ്? 110? 110 രൂപയുടെ ആണ് ഇതിൻ്റെ റേറ്റ് വില വരുന്നത്. 110. നല്ല സാധനം. മൂന്നാർ ഹിൽ സ്റ്റേഷൻ്റെ ഏറ്റവും മുകളിൽ ഇവിടെ ആണുള്ളത്. കുതിര റൈഡൊക്കെ ഉണ്ട് കേട്ടോ. പ്രൈവറ്റ് അല്ലേ, ഗവൺമെന്റിന്റെ അല്ലല്ലോ. പ്രൈവറ്റ് ലിമിറ്റഡാണ്. AVT ആണെന്ന് തോന്നുന്നു ഗവൺമെന്റിന്റെ.
ഏതോന്ന് ഗവൺമെന്റിന്റെ ടാറ്റയുടെ ഇല്ലടാ. ഗെയ്സ്, ഇത് ദേവികുളത്തോട്ട് പോകുന്ന വഴിയിലാണ്. നല്ല അടിപൊളി ഒരു സീനറിയാണ്. ഇവിടെ എല്ലാം ഫുള്ളും നമുക്ക് തേയിലത്തോട്ടങ്ങൾ തന്നെയാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. നമ്മുടെ ഗ്യാപ്പ് റോഡ് ഇപ്പോൾ ഈ ഒരു അവസ്ഥയിലായിട്ടുണ്ട്. ഗ്യാപ്പ് റോഡ് മാറ്റിയാണ്, ഒരു പാറയൊക്കെ പൊട്ടിച്ച് ഇവിടെ ഫുള്ള് റോഡ് പണി നല്ല വീതിയായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഗ്യാപ്പ് റോഡൊന്നും പേരിന് ഇടേണ്ട കാര്യമില്ല.
പാർക്ക് കാണുന്നില്ല. ഇതാണോ പാർക്ക്? പാർക്ക് വളരെ ശോകമാണല്ലോ ഇവിടെ. ഇരിക്കാം, വയസ്സന്മാർക്ക് ഇരിക്കാനുള്ള പാർക്ക്. അങ്ങോട്ടുണ്ട് KTDC യുടെ പാർക്ക്. And no issue even if you lose that one. ഇതിന് 50 രൂപ കൊടുക്കണം. That's why ഇടുക്കി എത്തി. ഇടുക്കി, ഇടുക്കി ഇടുക്കി. വാഗപ്പൂക്കും ജ്വരം. ഗോൾഡ് ഉണ്ടോ? ഗോൾഡ് ഗോൾഡ് അതുകൊണ്ട് അവളെ ഇരിക്കുന്ന പറിച്ചെടുത്തോ, ചുരുട്ടി വെച്ചോ. ഇടുക്കിയിൽ ഇടുക്കും തന്നെ കേട്ടോ. അതിന്റെ ഇടുക്കി വോളിബോൾ അക്കാഡമിയാണ്. നമുക്ക് ഇടുക്കി ഡാമിൻ്റെ ഉള്ളിൽ കയറണമെന്നുണ്ടെങ്കിൽ ചെറുതോണി ഡാമിൽ പോയി അവിടുന്ന് പാസ് എടുത്ത് അതുവഴി ഈ ഇടുക്കി ഡാമിൽ ആർച്ച് ഡാമിൽ കയറാൻ പറ്റും. അങ്ങനെ ഇന്നത്തെ മൂന്നാർ ഇതിലെ രണ്ടാമത്തെ ദിവസത്തെ ലാസ്റ്റ് യാത്രയും എല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. പിന്നെ നമ്മുടെ വീഡിയോ കൊണ്ട് കമൻറ്റ് ചെയ്യുന്ന 10 പേർക്ക് മാംഗോ ബാർ വാങ്ങിക്കൊടുക്കുന്നതായിരിക്കും കേട്ടോ.